ഇനി അടുത്ത് നോക്കുന്നത് 22-ാം തീയതി ഷിഫ്റ്റ് 1-നകത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത് റിലേഷനകത്ത് മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് റിക്വയർഡ് ടു ബി ആഡഡ് ഇൻ ആർ ടു മേക്ക് ദ റിലേഷൻ സിമെട്രിക്. അതായത് ടൈപ്സ് ഓഫ് റിലേഷനകത്ത് സിമെട്രിക് റിലേഷൻ ആക്കാൻ വേണ്ടിയിട്ട് എത്ര എലമെന്റ്സ് ആഡ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. ലെറ്റ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് എം ഈക്വൽ ടു 1 2 3 4 അപ് ടു 16. അപ്പോൾ 1 മുതൽ 16 വരെയുള്ള എലമെന്റ്സ് ആണ് എം എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഉള്ളത്. ദെൻ ആ റിലേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? റിലേഷൻ സെറ്റ് സച്ച് ദാറ്റ് എക്സ് വൈ എന്നൊരു ഓർഡേഡ് പെയർ ആണ്. സച്ച് ദാറ്റ് 4y ഈക്വൽ ടു 5x മൈനസ് 3 വേർ എക്സും വൈയും ഒക്കെ എവിടെയുള്ളതാണ്? ഈ എം എന്ന് പറഞ്ഞ നമ്മുടെ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇതിന്റെ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് റിക്വയർ ടു ബി ആഡഡ് ഇൻ ആർ ഇൻ ഓർഡർ ടു മേക്ക് ദ റിലേഷൻ സിമെട്രിക്. ഓക്കെ, ഇത് സിമെട്രിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര എലമെന്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഓർഡേഡ് പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം, ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കണം അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4y ഈക്വൽ ടു 5x മൈനസ് 3 എന്നാണ് നമ്മുടെ റിലേഷൻ. സോ ഇവിടുന്ന് y ഈക്വൽ ടു 5x മൈനസ് 3/4 നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേഡ് പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. റെഡി അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് നമ്മൾ 1 മുതൽ നമുക്ക് 16 വരെയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ y നമുക്ക് എത്ര കിട്ടും? 5 into 1 minus 3/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 5 minus 3 2/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1/2 കിട്ടും. ദാറ്റ് ഈസ് 0.5 കിട്ടും. അപ്പോൾ ഒരിക്കലും അതെന്താണ്? വൈയും എമ്മിനകത്തെ എലമെന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ 0.5 എന്ന് പറഞ്ഞാൽ എമ്മിനകത്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? സോ അങ്ങനെ നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യും? എക്സിന് നമ്മൾ നെക്സ്റ്റ് 2 ഇട്ട് കൊടുക്കും. അപ്പോൾ y ഈക്വൽ ടു 5 into 2 minus 3/4 കിട്ടും. സോ നമുക്ക് 10 minus 3/4 കിട്ടും. ദാറ്റ് ഈസ് 7/4 കിട്ടും. ഇതും ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അതും എമ്മിനകത്തുള്ള വാല്യൂ അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സിന് നമ്മൾ 3 ഇട്ട് കൊടുക്കും. 3 ഇട്ട് കൊടുക്കുമ്പോൾ 5 into 3 minus 3/4 കിട്ടും. ദാറ്റ് ഈസ് 15 minus 3/4 ദാറ്റ് ഈസ് 12/4 കിട്ടും. ദാറ്റ് ഈസ് 3 കിട്ടും. യെസ്, എമ്മിനകത്ത് എലമെന്റ് ആണ്. അപ്പം നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡേഡ് പേര് എന്ത് കിട്ടി? 3,3 എന്നൊരു ഓർഡേഡ് പേര് നമുക്ക് കിട്ടി. റെഡിയാണോ? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിനടുത്ത 4 5 6 അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം ഞാനത് മുഴുവൻ ഇനി ഇട്ട് കൊടുക്കുന്നില്ല. അടുത്തത് നമ്മൾ എക്സിന് 7 ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കേ. 7. അപ്പോൾ y ഈക്വൽ ടു 5 into 7 minus 3/4. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 minus 3/4. സോ 32/4 കിട്ടും. നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അതും എമ്മിനകത്ത് ഉള്ളതാണ്. സോ നമുക്ക് 7,8 എന്ന് പറഞ്ഞ ഓൾറെഡി പേര് കിട്ടും. ഇൻ ബിറ്റ്വീൻ നമുക്ക് 3 കൊടുത്തതിന് ശേഷം 4 കൊടുക്കുമ്പോഴും 5 കിട്ടുമ്പോഴും, അതായത് എക്സിന് നിങ്ങൾ 4 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താകത്തില്ല? എമ്മിനകത്തുള്ള എലമെന്റ് ആയിരിക്കില്ല. എക്സിന് 5 കൊടുക്കുമ്പോഴും എന്താണ്? y എന്ന് പറഞ്ഞാൽ എമ്മിനകത്തുള്ളതായിരിക്കില്ല. എക്സിന് 6 കൊടുക്കുമ്പോഴും എന്താണ്? y എന്ന് പറഞ്ഞാൽ എമ്മിനകത്തുള്ള ആയിരിക്കില്ല. ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളത് ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ അപ്പോൾ എക്സിന് 7 കൊടുത്തപ്പോഴാണ് നമുക്ക് അടുത്ത വാല്യൂ കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന് 8 കൊടുക്കണം. ദെൻ എക്സിന് 9 കൊടുക്കണം. ദെൻ എക്സിന് നിങ്ങൾ 10 കൊടുക്കണം. ദെൻ എക്സിന് നിങ്ങൾ 11 കൊടുക്കണം. സോ അങ്ങനെ നിങ്ങൾ ബാക്കി 16 വരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ ഇതിലൊന്നും എന്താണ്? നമുക്ക് y നോട്ട് ഈക്വൽ ടു എം ആണ്. y എന്ന് പറയുന്നത് നമ്മുടെ ആ എം എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എലമെന്റ്സ് ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷേ y ഈക്വൽ ടു 11 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 into 11 minus 3/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് 55 minus 3/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 52/4 കിട്ടും. സോ നമുക്ക് 13 കിട്ടും. ഇത് നമുക്ക് എന്താണ്? എമ്മിനകത്തുള്ള എലമെന്റ് ആണ്. സോ നമുക്ക് 11,13 എന്നുള്ള എലമെന്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ ഈ എലമെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ അടുത്തത് എക്സിന് നിങ്ങൾ 12 കൊടുത്താലും, എക്സിന് 13, അതുപോലെ തന്നെ എക്സിന് നമ്മൾ 14, എക്സിന് 15, എക്സിന് 16 ഇത്രയും വാല്യൂസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ബിലോ y വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോട്ട് ബിലോങ്സ് ടു എം ആയിരിക്കും. അത് ഞാൻ നമുക്ക് ടൈം ഒരുപാട് ആകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് മുഴുവൻ ചെയ്ത് നോക്കിയാൽ പറ്റുള്ളൂ. കുറച്ച് ലെങ്തി ആണ് കേട്ടോ. റെഡി? അപ്പോൾ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും? ആ ഓർഡേഡ് ബേസ് കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും ഈ റിലേഷൻ സെറ്റ് സാറ്റിസ്ഫൈ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ഓർഡേഡ് ബേസ് ഏതൊക്കെയാണ്? 3,3 എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കിട്ടും. 7,8 എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കിട്ടും. 11,13 എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കിട്ടും. സോ ഈ 3 കിട്ടുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞേക്ക് എന്താ? ഈ റിലേഷൻ
സിമെട്രിക് ആണെങ്കിൽ നമ്മൾ എത്ര എലമെന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യണം? എടാ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബിലോങ്സ് ടു റിയൽ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ സെറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബി എയും എന്താവണം? നമ്മുടെ റിലേഷൻ സെറ്റിനകത്ത് ഉള്ളതായിരിക്കണം. സോ അപ്പൊ 3 ഉണ്ടെങ്കിൽ 3 തിരിച്ചിട്ടാലും 3 തന്നെ. അപ്പൊ ഇത് സിമെട്രിക് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി 7 8 സിമെട്രിക് ആവണമെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം? 8 7 മസ്റ്റ് ആയിട്ട് വേണം. ഇനി 11 13 എന്ന് പറയുന്നത് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്തുകൂടെ വേണം? 13 11 കൂടെ വേണം. റെഡി അല്ലേ? അപ്പൊ ഇത് ഓൾറെഡി ഇതിനകത്തുണ്ട്, ഇത് ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്താലേ എന്താകത്തുള്ളൂ? ഇതൊരു സിമെട്രിക് റിലേഷൻ ആവുള്ളൂ. സോ നമുക്ക് 2 എലമെന്റ്സ് ആണ്, അതായത് ഈ 2 എലമെന്റ്സ് ആണ് നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. സോ 2 എലമെന്റ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് സിമെട്രിക് ആയിട്ട് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ?